ഒരു മനുഷ്യൻ്റെ ചില കണ്ടുപിടുത്തങ്ങളെക്കുറിച്ചാണ്. വെറുതെ കണ്ടുപിടുത്തങ്ങൾ നടത്തുകയല്ല, അത് സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തെ എത്രത്തോളം നന്നാക്കാൻ കഴിയുമെന്ന് ചിന്തിച്ചു കൂട്ടിയുള്ള കണ്ടുപിടുത്തങ്ങളാണ്. പ്രത്യേകിച്ചും ആതുര സേവന മേഖലയിലൊക്കെ മുതൽക്കൂട്ടാകാൻ പോകുന്ന ഒരു സംവിധാനം, പേഷ്യൻ്റ് ലിഫ്റ്റിംഗ് ചെയർ. കോതമംഗലം രാമല്ലൂർ സ്വദേശിയായ പീച്ചിനാട്ട് ജോസഫാണ് രോഗികൾക്കേറെ പ്രയോജനകരമായ പുതിയ ചെയർ ഉണ്ടാക്കിയിരിക്കുന്നത്. സാധാരണക്കാരായ ആളുകളുടെ ദൈനംദിന ജീവിതവുമായി ചേർത്ത് വെക്കാൻ പറ്റാവുന്നതാവണം തൻ്റെ കണ്ടുപിടുത്തങ്ങൾ. കോതമംഗലം രാമല്ലൂർ സ്വദേശി പീച്ചനാട്ട് ജോസഫിൻ്റെ ചിന്തകൾ ഇതൊക്കെയാണ്. പണിപ്പുരയിലെ പുതിയ കണ്ടുപിടുത്തം അവസാന ഘട്ടത്തിലാണ്. പേഷ്യൻ്റ് ലിഫ്റ്റിംഗ് ചെയർ. രോഗിയുടെ ഏതവസ്ഥയിലും ആയാസകരമായി മറ്റൊരിടത്തേക്ക് മാറ്റാൻ ഈ കസേര വഴി കഴിയും. ജോസഫിൻ്റെ ഈ നൂതനാശയം ആതുര സേവന മേഖലയിൽ രോഗികൾക്ക് പ്രയോജനകരമാകും. ആളെ പൊക്കിക്കൊണ്ടുപോകാം. എത്രയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മാക്സിമം. ഇതിലും കൂടുതൽ പൊക്കണമെന്ന് പറഞ്ഞാൽ അതിലും പോക്കാം. ഇതിൻ്റെ മെത്തേഡൊന്ന് മാറ്റിയാൽ മതി. താഴത്തോട്ടാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്ലോർ വരെ കൊണ്ടുവരാം. ഈ ഫ്ലോർ വരെ കൊണ്ടുവരുന്ന ഒരു മെത്തേഡ് ഇന്നവരെ ചൈനക്കാരന് ഇറക്കാൻ സാധിച്ചിട്ടില്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് പുറകിൽ നിന്നുണ്ട് ഒരു ബൈസ്റ്റാൻഡർ ഇതുപോലെ ഇങ്ങനെ ചവിട്ടി ഇറക്കണം. ഇതെന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റിന് വേണമെങ്കിൽ തന്നെ ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ പറ്റും. ആ കാർ എത്ര പൊക്കം ഉള്ളതാണെങ്കിലും അല്ല കുറഞ്ഞതാണെങ്കിലും അതിൻ്റെ അകത്തോട്ട് കയറ്റി വെച്ചിട്ട് ഇതിൻ്റെ വീലൊക്കെ ചെറുതായതുകൊണ്ട് കാറിൻ്റെ അടിയിലോട്ട് കയറി ചെല്ലും, സീറ്റിൻ്റെ അവിടെ. എന്നിട്ട് ആളെ തിരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും കാറിൻ്റെ അകത്തേക്ക് മാറ്റാൻ പറ്റും. കണ്ടുപിടുത്തങ്ങളുടെ എണ്ണത്തിൽ അർദ്ധ സെഞ്ചുറിയും പിന്നിട്ട ജോസഫ് പരിസ്ഥിതി പ്രവർത്തകൻ കൂടിയാണ്. ഊർജ്ജ സംരക്ഷണം, ജലസംരക്ഷണം, മാലിന്യ നിർമ്മാർജ്ജനം, കൃഷി എന്നിവയെ അടിസ്ഥാനമാക്കി മറ്റ് നിരവധി കണ്ടുപിടുത്തങ്ങളും ജോസഫിൻ്റെതായുണ്ട്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി. ശ്യാം പ്രസാദ് ഉത്തമനുടെ ശ്യാമെ, ഏകദേശം 50-ലേറെ കണ്ടുപിടുത്തങ്ങൾ, അതെല്ലാം തന്നെ സാധാരണക്കാർക്ക് ഉപകാരപ്രദമാകുന്നത്. എങ്ങനെയാണ് ഇദ്ദേഹം ഇങ്ങനെയുള്ള കണ്ടുപിടുത്തങ്ങളിലേക്ക് തിരിഞ്ഞത്? എത്രത്തോളം പേർക്ക് അത് സഹായകരമായി മാറി? ഈ ജോസഫ് ചേട്ടൻ തൻ്റെ കണ്ടുപിടുത്തങ്ങളിൽ ഏകദേശം അർദ്ധ സെഞ്ചുറി ഇപ്പോൾ തികച്ചു നിൽക്കുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഇന്നൊവേഷൻ കൗൺസിൽ അവാർഡടക്കം നേടിയിട്ടുണ്ട്. വീട്ടിൽ തന്നെയാണ് ഈ പണിശാലയും മറ്റുമൊക്കെ ഉള്ളത്. നിരവധിയായിട്ടുള്ള ഒട്ടനവധി കണ്ടുപിടുത്തങ്ങൾ അദ്ദേഹം തന്നെ നടത്തിയിട്ടുണ്ട്. സ്ത്രീകൾക്ക് ആയാസരഹിതമായ രീതിയിൽ പുല്ലുവെട്ടുന്ന യന്ത്രം, ഈ തേനീച്ച അതിൻ്റെ സംസ്കരണം അടക്കമുള്ള കാര്യങ്ങളിൽ വ്യത്യസ്തമായ രീതിയിലുള്ള നൂതനമായ ആശയങ്ങൾ കൊണ്ട് അദ്ദേഹം താഴെത്തട്ടിലുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ഉപയോഗിക്കാവുന്ന പ്രവർത്തനങ്ങളാണ് അദ്ദേഹം കൂടുതൽ തൻ്റെ കണ്ടുപിടുത്തങ്ങളായിട്ട് ചെയ്യാറ്. അതിൽ ഇപ്പോൾ ഈ വീൽ ചെയർ, വ്യത്യസ്തമായിട്ടുള്ള ഈ വീൽ ചെയർ ഏത് ഘട്ടത്തിലുള്ള രോഗികൾക്കും ഉപയോഗപ്രദമാകാം എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിൽ നമ്മുടെ മണ്ണിനോട് ചേർന്ന് നിൽക്കുന്ന മുതൽ ഏകദേശം അത്യാവശ്യം നല്ല ഒരാൾ പൊക്കം ഉയരം വരെ ആ വീൽ ചെയറിനെ മാറ്റാം. ഒരുപക്ഷെ അത് കാറിലേക്ക് കയറ്റാം. അങ്ങനെ ഏതിടത്തേക്കും ഇത് കയറ്റി കൊണ്ടുപോകാം എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ആ ഒരു പ്രത്യേകത ഉള്ളത് കൊണ്ട് തന്നെ വ്യത്യസ്തമായ ഏത് മേഖലയിലേക്കും ഇത് ഉപയോഗപ്രദമാക്കാം എന്നതാണ്. അത് കൂടുതലായിട്ടും രോഗികൾക്ക് പല ഘട്ടങ്ങളായിരിക്കും നമുക്ക് ആപത്തുകളും മറ്റുമൊക്കെ ഉണ്ടാകുക. അവിടെയെല്ലാം ഇത്തരം സാധ്യതകൾ ഉപയോഗപ്പെടുത്താം എന്നതുകൂടിയാണ് ജോസഫ് ചേട്ടൻ പറഞ്ഞു വെക്കുന്നത്. അദ്ദേഹം ഒരു പരിസ്ഥിതി പ്രവർത്തകനാണ്. മറ്റ് മേഖലകളിലടക്കം അദ്ദേഹം പ്രവർത്തിക്കാറുണ്ട്. റിട്ടയർഡ് ഇനിയും ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്താൻ കഴിയട്ടെ, അല്ലെ അതൊക്കെ ആളുകളിലേക്ക് എത്തിക്കാനും കഴിയട്ടെ.